മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആ യൂണിറ്റ്സ് ആൻഡ് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക, അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണുക. അപ്പം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അഥവാ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷർഡ്. ഓ, സൗണ്ട് കുറവുണ്ടോ? കുട്ടികൾ പറയുന്ന കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ടോ? ആ, ഓക്കെ സാർ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ടേ, ഹെഡ്സെറ്റ് വെച്ചിട്ടാണല്ലോ. ആണോ? ഞാൻ വെച്ചിട്ടാണല്ലോ മൈക്ക് കണക്ട് ചെയ്തേക്കുവാണല്ലോ. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടോ? നിങ്ങൾ ഷെയർ ചെയ്തോണ്ടേ മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിന് പകരം പറ്റുമെങ്കിൽ ഒന്ന് വോയിസ് ഓൺ ചെയ്ത് പറയണേ. ഇപ്പൊ ക്ലിയർ ആണോ നോക്കിയേ. ഹലോ, കുട്ടികളെ കേൾക്കാവോ? സാർ കേൾക്കുന്നില്ല, സൗണ്ട് കുറവാണ്. ഇപ്പൊ കേൾക്കാവോ? നിങ്ങൾ പറയൂ. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ക്ലിയർ ആയിട്ട് നല്ലപോലെ കേൾക്കാവോ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ ഒന്ന് പറഞ്ഞ് ഓടിച്ചാൻ പറയപ്പെട്ടു. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ലഭിക്കുന്നത് അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആ ക്വാണ്ടിറ്റി നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. എന്തെങ്കിലും ഡിവൈസുകൾ ഉപയോഗിച്ചോ, നമ്മുടെ ഫിസിക്സിലെ ലോയോ അല്ലെങ്കിൽ ലോ ഓഫ് ഫിസിക്സ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം എന്ന് പറഞ്ഞു ഞാൻ അതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ അതിനെ പറഞ്ഞു. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അഥവാ അടിസ്ഥാനം എന്നും, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. രണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണ് ഫണ്ടമെന്റൽ? അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേരിൽ നമുക്ക് വിളിക്കാം ബേസ് ക്വാണ്ടിറ്റി. അത് ബേസ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. കാരണം ഈ ബേസ് ക്വാണ്ടിറ്റി ഇവരെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്വാണ്ടിറ്റിയെ മറ്റു ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഈ ക്വാണ്ടിറ്റികളെ മറ്റു ക്വാണ്ടിറ്റികൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ആരെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഇവയെ മറ്റു ക്വാണ്ടിറ്റികൾ കൊണ്ട് സിമ്പിൾ ആയിട്ട് നോട്ട് ഡിഫൈൻഡ് ബൈ യൂസിങ് അതേഴ്സ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. മറ്റു ക്വാണ്ടിറ്റികൾ കൊണ്ട് നമുക്ക് എന്നാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. അതായത് ഈ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിന് കുറെ എക്സാമ്പിളുകൾ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് മാസ്, ലെങ്ത്, ടൈം, കറണ്ട്, കറണ്ട്, ടെമ്പറേച്ചർ, അതായത് നമ്മുടെ കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ള സ്പീഡ് ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും വർക്ക് ആണെങ്കിലും ഫോഴ്സ് ആണെങ്കിലും ഇതെല്ലാം ഏത് ക്വാണ്ടിറ്റികളാണെന്ന് ചോദിച്ചാൽ ഇതിനെയെല്ലാം നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ഇവയെല്ലാം നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തായിരുന്നോ? യൂണിറ്റ് എന്താന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു അല്ലെ. യൂണിറ്റ് പറഞ്ഞായിരുന്നോ? നമ്മൾ യൂണിറ്റ് പറഞ്ഞായിരുന്നോ? യൂണിറ്റ് എന്ന് പറയട്ടെ. ഹലോ, ഓക്കെ. അപ്പൊ നമ്മള് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച്. അപ്പൊ എല്ലാവരും ഒന്ന് ഹെഡിങ് ചെയ്യുക, യൂണിറ്റ്. നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളും ഉണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ആ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതിനകത്ത് രണ്ട് ആൾക്കാർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അഥവാ അടിസ്ഥാനപരമായിട്ടുള്ള അളവുകൾ. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരുണ്ട്? നമ്മുടെ കയ്യിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുമുണ്ട്. ഫണ്ടമെന്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് കണ്ടെത്തുന്നവരെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റുപാടുമുള്ളത് ഫിസിക്സിൽ
ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഇപ്പോൾ നമ്മൾ കടയിൽ പോയി ഏത് സാധനം മേടിച്ചാലും നമ്മൾ അതിന്റെ കൂടെ എന്ത് പറയാറുണ്ട്? ഇപ്പൊ ആരാ ഒന്ന് പറയുന്നേ? കടയിൽ പോയി എന്തെങ്കിലും സാധനം മേടിക്കുന്ന ഒരു കിലോഗ്രാം അരി എന്ന് നമ്മൾ പറയത്തുള്ളൂ, 1 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറയത്തുള്ളൂ. നമ്മുടെ വയസ്സ് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും 15 വർഷം അല്ലെങ്കിൽ 16 വർഷം ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മൾ ഏതൊരു മെഷർമെന്റ് എടുത്തുന്നൊരു നമ്മൾ പറഞ്ഞ മെഷർമെന്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ അഥവാ സംഖ്യ എന്ന് പറയുന്നത്. 15 കിലോഗ്രാം അരി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ യൂണിറ്റ് ആണ്. അതേപോലെ നിങ്ങൾക്കറിയാം ഒരു ക്വാണ്ടിറ്റിയുടെ പേര് ഞാൻ പറയാം, ലെങ്ത്. അല്ലെങ്കിൽ നമ്മളൊരു ടേബിളിന്റെ നീളം മെഷർ ചെയ്തു, ലെങ്ത് എന്ന് പറയുന്നത് അത് 5 മീറ്റർ ആണ്. ഒരു ലെങ്ത് മെഷർ ചെയ്തു. ഒരു വസ്തുവിന്റെ മാസ് മെഷർ ചെയ്തു, അത് 10 കിലോഗ്രാം ആണ്. അതേപോലെ ടൈം നിങ്ങൾക്ക് ഇപ്പൊ നോക്കാൻ പറഞ്ഞപ്പോൾ 8:42 AM എന്നാണ് പറഞ്ഞത്. ഈ സമയത്തെല്ലാം ഞാൻ ചോദിക്കുകയാണ്, ഈ ലെങ്ത് എന്ന് പറയുന്ന ആള്, നീളമെന്ന് പറയുന്ന ആൾക്ക് 5 AM എന്നോ മാസിന് പകരം 10 കിലോഗ്രാമിന് പകരം 10 മീറ്റർ എന്നോ ടൈമിന് പകരം 8:42 കിലോഗ്രാം എന്നാണോ പറയുന്നത്? ഇതിലേതാ കറക്റ്റ് റെപ്രസെന്റേഷൻ? നമ്മൾ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതിലാണ്? ആദ്യത്തെ സെക്ഷൻ, അപ്പം ഒന്നാമത്തെ സെക്ഷനിലാണോ രണ്ടാമത്തെ സെക്ഷനിലാണോ? രണ്ടാമത്തെ അല്ലേ ശരി? ഒന്നാമത്തെയോ? അതെന്തുകൊണ്ടാ? നമ്മൾ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്ററാണ്. പിന്നെ അതിന്റെ സബ് യൂണിറ്റുകളുണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ, പിന്നെ എന്തൊക്കെയുണ്ട്, മീറ്റർ, കിലോമീറ്റർ എന്നല്ല, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മാസം എന്ന് പറയുന്നിടത്ത് നമ്മൾ കിലോഗ്രാമേ അതിന്റെ യൂണിറ്റ് ഉപയോഗിക്കുകയുള്ളൂ. ടൈമിന് നമ്മൾ സെക്കൻഡേ ഉപയോഗിക്കുകയുള്ളൂ. അവിടെ AM എന്ന് പറയുന്നതിന് അത് AML, ടൈമിന്റെ യൂണിറ്റ് നമ്മൾ സെക്കൻഡ്, 8:42 സെക്കൻഡ് എന്ന് നമ്മൾ പറയാറുള്ളത്. അതേ സ്ഥാനത്ത് ഞാനിവിടെ ചോദിച്ചോട്ടെ, ഇവിടെ നമ്മൾ ഒരിക്കലും ലെങ്തിന് പകരം സെക്കൻഡ് ഉപയോഗിക്കില്ല, ലെങ്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കില്ല. മാസിന് നമ്മൾ മീറ്റർ ഉപയോഗിക്കില്ല, ടൈമിന് ഒരിക്കലും കിലോഗ്രാമും ഉപയോഗിക്കില്ല. സോ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും കേട്ടോണേ, യൂണിറ്റ് എന്ന് തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും കേട്ടോണേ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കണം. കാരണം ലെങ്തിന് മീറ്റർ എന്ന് പറയുന്ന പോലെ, മാസിന് കിലോഗ്രാം എന്ന് പറയുന്ന പോലെ, ടൈമിന് സെക്കൻഡ് എന്ന് പറയുന്ന പോലെ, ടെമ്പറേച്ചറിന് കെൽവിൻ എന്ന് പറയുന്ന പോലെ, ഇലക്ട്രിക് കറണ്ടിന് ആംബിയർ എന്ന് പറയുന്ന പോലെ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി അഥവാ പ്രകാശ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് കാൻഡില എന്ന് പറയുന്ന പോലെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥങ്ങളുടെ അളവ്, അതിനെ കെമിസ്ട്രിയിൽ നമ്മൾ മോൾ എന്ന് ഉപയോഗിക്കുന്ന പോലെ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എടുക്കുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സെയിം രൂപമുള്ള മറ്റൊരാളുണ്ട്. അതാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്റെ പേര് ആലിഫ് മുഹമ്മദ് എ എന്ന, ആലിഫ് മുഹമ്മദ് എ. ഈ ആലിഫ് മുഹമ്മദ് എ എന്ന് പറയുന്ന എനിക്കൊരു ഇനിഷ്യൽ ഉണ്ട്, അതാണ് എ എന്ന് പറയുന്നത്. കാരണം ഈ എ എന്റെ ഫാദറിന്റെ നെയിമാണ്. ഈ സ്ഥാനത്ത് മറ്റ് നെയിമുകൾ ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന ആള് എന്റെ ബാപ്പയുമായിട്ടായതുകൊണ്ട് എന്റെ യൂണിറ്റ് അദ്ദേഹത്തിന്റെ പേര്, എന്റെ ഇനിഷ്യല് അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. സോ ഞാനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് എന്റെ ഫാദർ. സോ അതുകൊണ്ട് എന്റെ ഇനിഷ്യൽ എന്റെ ഫാദറിന്റെ നെയിം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഉണ്ട്, അതാണ് മീറ്റർ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ്. മാസ് എന്ന് പറയുന്നതിന് അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, അത് കിലോഗ്രാം ആയിരിക്കും. ടൈമിന് അതുപോലെ സെക്കൻഡ്. അപ്പൊ ഏതൊരു ക്വാണ്ടിറ്റി എടുക്കുമ്പോഴും ആ ക്വാണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കും. സോ ആ ഉപയോഗിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യൂണിറ്റ് ഡെഫിനിഷൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ക്ലിയർ ആണോ? ഹലോ,
മെസ്സേജ് അയച്ചാൽ ഞാൻ കാണില്ല. മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. കാരണം ഞാൻ സ്ക്രീൻ ഷെയർ ഇരിക്കുന്നുണ്ടേ. യൂണിറ്റിന്റെ ഡെഫിനിഷൻ ഓക്കെ ആണോ? ഹലോ, കേട്ടില്ല? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ യൂണിറ്റിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ. ഫിസിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ യൂണിറ്റിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ. ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എക്സാമിന് എന്താണ് യൂണിറ്റ് എന്ന് ഒരിക്കലും ചോദിക്കത്തില്ല, ഡെഫിനിഷൻ ചോദിക്കത്തില്ല. ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി chosen to measure the physical quantity of the same kind is called units. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയാം. ഫിസിക്കൽ യൂണിറ്റ്. ആ സെന്റൻസ് ഒന്നുകൂടെ വായിക്കുക. ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചൂസൺ, അല്ലെങ്കിൽ എ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് വിളിക്കാം. ചൂസ് ചെയ്യുന്നു ടു മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം കൈൻഡ്. ആ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സെയിം അതുപോലുള്ള ഒരാളെ അതിന്റെ കൂടെ ഉപയോഗിക്കുന്നു. ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചൂസൺ ടു മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം കൈൻഡ് ഈസ് കാൾഡ് യൂണിറ്റ്സ് ഓർ എ ഫിസിക്കൽ യൂണിറ്റ്. നോട്ട് ചെയ്തോടെ? ശരി. നമുക്ക് ഈ യൂണിറ്റ് എന്ന് പറയുന്നതിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ 2-3 സിമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വെച്ചിരിക്കണം. ഇത് എക്സാമിന് ചോദിക്കും. യൂണിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മൾ മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, കിലോഗ്രാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, കെൽവിൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, ആംബിയർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്, കാൻഡിൽ അഥവാ CD അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന CD എന്നാണ്. ഇതെല്ലാം യൂണിറ്റുകളാണ്. സോ ഏതൊരു യൂണിറ്റ്സ് എടുത്താലും ആ യൂണിറ്റ് എല്ലാത്തിനും ഒരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, ഒരു നിർവചനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് എന്ന് നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ എഴുതാം. ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. എല്ലാത്തിനും ഒരു സൈസ് ഉണ്ടായിരിക്കും. മീറ്റർ ആണെങ്കിലും കിലോഗ്രാം ആണെങ്കിലും എല്ലാ യൂണിറ്റിനും എന്തുണ്ട്? ഒരു കൺവീനിയന്റ് സൈസ് ഉണ്ടായിരിക്കും. ചെറുതാവാം, ചിലപ്പോൾ അത് വലുതാവാം, അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റിയും ആവാം. സോ ഇറ്റ് ഷുഡ് ബി എ കൺവീനിയന്റ് സൈസ്. It should be a convenient size. ഈ ക്ലാസ് കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ, അതിന്റെ കൂടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. It should be a convenient size. Should not change with the time. സമയത്തിനനുസരിച്ച് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അതായത് ഇപ്പൊ മലപ്പുറത്ത് ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ അത് ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് എന്റെ കൊല്ലം ജില്ലയിൽ എത്തിയപ്പോ ആ ടൈമിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ എന്നുള്ളത് കിലോഗ്രാം ആവുകയില്ല. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. പ്രധാനപ്പെട്ട മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ. ഇറ്റ് ഷുഡ് ബി ഇന്റർനാഷണലി acceptable. എന്താണ് ഈ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ എന്ന് പറയാനുള്ള റീസൺ ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് യൂണിറ്റിനെ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ എന്ന് പറയാനുള്ള റീസൺ? എനി ഐഡിയ? ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കേണ്ട അളവ്.
അതായത് നിനക്ക് വയസ്സ് 15 വയസ്സെന്ന് പറയുന്നത് അമേരിക്കയിൽ ചെന്നപ്പോ അത് 15 കിലോഗ്രാം ആയിട്ട് മാറുമോ? ഇല്ല. നിന്റെ ലെങ്ത് ഒരു 150 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. അത് നീ ഇവിടുന്ന് ട്രിവാൻഡ്രം എയർപോർട്ട് അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ദുബായിലോട്ട് പോകാൻ നേരത്ത് നിന്റെ ലെങ്ത് മെഷർ ചെയ്തപ്പം അത് 150 കിലോ അല്ല 150 സെക്കൻഡ് എന്ന് പറയുമോ? ഇല്ല. അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും യൂണിറ്റുകൾ ചേർത്താണോ പറയുന്നത്? അല്ല. അമേരിക്കയിൽ ചെന്നാലും കാനഡയിൽ ചെന്നാലും ദുബായിൽ ചെന്നാലും ഖത്തറിൽ ചെന്നാലും സൗദി ചെന്നാലും ലെങ്തിന്റെ യൂണിറ്റ് എപ്പോഴും മീറ്റർ തന്നെയല്ലേ? യെസ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയല്ലേ? യെസ്. അപ്പം ഇതിനെ നമുക്ക് എന്തൊരു സെന്റൻസ് കൊണ്ട് പറയാം? ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. യെസ്. ഡൗട്ട് ഉണ്ടോ? അപ്പൊ യൂണിറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇനി എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ അയാളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന, വേണമെങ്കിൽ നമ്മൾ എഴുതുന്ന നോട്ടിന്റെ സൈഡിൽ ഈ പറയുന്നതിന്റെ മലയാളം കൂടെ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. പറയാൻ കാരണം, ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്കൂളില് കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുക. ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് മന്ത്ലി ഏതെങ്കിലും ഒരു ദിവസം കുട്ടികളെ സ്കൂളിൽ എത്തിച്ചിട്ട് അവരോട് വൈവ ചോദിക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. +1 കുട്ടികൾ തന്നെയാണ്. അപ്പൊ അതില് എല്ലാത്തിനും നല്ല മാർക്കുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ എനിക്ക് നല്ല ആകാംക്ഷ, ഈ ഓൺലൈൻ ക്ലാസ് ആയിട്ട് പോലും എല്ലാത്തിനും നല്ല മാർക്ക് ഇത്രയും കാര്യമായിട്ട് മേടിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ആ കുട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ബുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചു. ഞാൻ അതിശയിച്ചു പോയി. എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ എന്ത് കാര്യങ്ങൾ എടുക്കുമ്പോഴും ഏതൊരു കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അതിന്റെ ഡെഫിനിഷൻ മലയാളത്തിൽ ആ കുട്ടിക്ക് എന്താണോ മനസ്സിലായത് പെൻസിൽ കൊണ്ട് മാർജിന്റെ സൈഡിൽ വളരെ ചെറുതായിട്ട് എഴുതി വെച്ചു. ഏതൊരു കാര്യം പറയുമ്പോഴും ഇപ്പം ഇന്റർനാഷണൽ അക്സെപ്റ്റബിൾ ആണെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് എന്ന രീതിയിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടി എല്ലാത്തിൻ്റെയും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. നമുക്ക് ക്ലാസ്സിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും നമ്മുടെ മദർ ലാംഗ്വേജ് തന്നെയാണ്. ഇംഗ്ലീഷിൽ പഠിച്ചാലും മദർ ലാംഗ്വേജിൽ തന്നെ അതെന്താണ് മനസ്സിലാക്കി വെക്കുമ്പോഴേ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയുള്ളൂ. സോ അങ്ങനെ എഴുതി ശീലിക്കുക. അപ്പൊ ഒന്നുകൂടെ കേൾക്കുക, യൂണിറ്റ്സ് എന്ന് പറയുന്നത്, അപ്പൊ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ യൂണിറ്റിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആണ്. ഇതിനെല്ലാത്തിനും തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഷുഡ് ബി എ കൺവീനിയന്റ് സൈസ്. ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇറ്റ് ഷുഡ് ബി ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ശരി. ഇപ്പൊ ക്ലിയർ ആണെന്ന് പറഞ്ഞതിൽ ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ക്വാണ്ടിറ്റിയെ നമ്മൾ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു? ക്വാണ്ടിറ്റിയെ നമ്മൾ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു? നിങ്ങൾ സംസാരിക്കടോ. നിങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കേണ്ട ആൾക്കാർ, എന്നെക്കാളും കൂടുതൽ. ക്വാണ്ടിറ്റി എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 2 ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ എല്ലാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്കും യൂണിറ്റ് ഉപയോഗിക്കാറില്ലയോ? എല്ലാ ഫണ്ടമെന്റൽ, അതേപോലെ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്കും നമ്മൾ യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്കും യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. സോ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നിങ്ങൾക്ക് തന്നെ പറയാം, എന്താ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റ്സ്. ആ ബേസിക് യൂണിറ്റിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്. യെസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പൊ ഡിറൈവ്ഡ് യൂണിറ്റോ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ്. ഇതാരാ ഉത്തരം പറയുന്ന ആള്? ആരതി. ആരതി. ഇങ്ങനെ ടോക്ക് ചെയ്യുമ്പോൾ കുറെ ഒരേ ഇങ്ങനെ പേരിലൂടെ പരിചയപ്പെട്ട ആരതി. ഓക്കെ. അപ്പൊ ആരതി പറഞ്ഞ ശരിയാണ്. നമ്മുടെ കയ്യിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് ഇവിടെ സിമ്പിൾ ഡെഫിനിഷൻ ഇങ്ങനെ എഴുതാം: ദ യൂണിറ്റ്സ് ഓഫ്
fundamental or base quantity is called fundamental units. The units of derived quantity is called derived units. Okay ആണല്ലോ? Yes, sir. Okay. ഇനി നമ്മള് നോട്ട് ചെയ്തോ നിങ്ങള്? No, sir. Okay. ഓക്കെ, ഇനി അടുത്തൊരു ചെറിയൊരു സെക്ഷനിലോട്ട് പോവുകയാണ്. നമുക്ക് ഇതിന്റെ എക്സാമ്പിളുകളോട് ഒന്ന് എഴുതിയേരെ. മീറ്റർ, ആംപിയർ, സെക്കൻഡ്, കിലോഗ്രാം, എക്സെട്ര. മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ, എക്സെട്ര. ഇതെല്ലാം ഡെറൈവ്ഡ് യൂണിറ്റ്സുകളാണ്. എക്സാമ്പിളൂടെ നോട്ട് ചെയ്തു. ആരതി, Yes, sir. ആരതിക്ക് ഇപ്പൊ വീട്ടില് ഇപ്പോഴത്തെ ഉപയോഗത്തിന് 5 കിലോ അരി മതി അല്ലെ? പോട്ടെ, ഇപ്പോഴത്തെ ഉപയോഗത്തിന് ഒരു 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ പോട്ടെ ഒരു 1 മീറ്റർ അല്ലെങ്കിൽ ഒരു 1.5 മീറ്റർ കയറ് മതി. യെസ്. അതുപോലെ തന്നെ ആരതി ആ കയർ കടയിൽ പോയി മേടിക്കുമ്പോൾ ചിലപ്പോൾ 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ലയോ? ആ കയറിന്റെ ലെങ്തിനെ മറ്റേതൊക്കെ അളവുകളിൽ നമുക്ക് പറയാൻ കഴിയും? ലെങ്തിന്റെ യൂണിറ്റിനെ സെന്റിമീറ്റർ പറയാം, മില്ലിമീറ്റർ പറയാം, കിലോമീറ്റർ പറയാം. വീട്ടില് കടുക് മേടിക്കാറില്ലേ? കടുക് മേടിക്കാൻ കടയിൽ ചെന്ന് പറയുമ്പോൾ ആരതി അടുത്ത് 1 കിലോ കടുക് മേടിച്ചോണ്ടിരാണെന്ന് പറയുന്നേ? പിന്നെ എങ്ങനെ? 100 കടുക് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം 100 ഗ്രാം കടുക് മേടിച്ചോണ്ട് വന്നാൽ മതി എന്നല്ലേ പറയുന്നേ? അവിടെ പകരം ഉപയോഗിച്ചത് കിലോഗ്രാം പറയുന്നതിന് പകരം ഗ്രാം അല്ലേ ഉപയോഗിച്ചേ? ഒരു റബ്ബർ കട ഷീറ്റിൽ ചെന്നപ്പോ അവിടെ ലോറിയിലോട്ട് റബ്ബർ ഷീറ്റ് എല്ലാം കയറ്റി വെക്കുന്നുണ്ട്. അവിടെ സാധാ കിലോഗ്രാം എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വേർഡ് എന്തായിരിക്കും എന്ന് പറയാവോ? കിൻഡലിനായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നേ? അപ്പൊ നമ്മള് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അത്യാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഒരേ യൂണിറ്റുകൾ ഉപയോഗിക്കാറില്ല. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ആരതി അടുത്ത് പറഞ്ഞു വിട്ട് ആരതി കടയിൽ പോയി കടുക് മേടിച്ചുകൊണ്ടാൻ വന്ന ആരതി പോയി 5 വർഷത്തേക്കുള്ള കടുക് ഒരു 10 കിലോ മേടിച്ചോണ്ട് വരുമോ? ഒരിക്കലും ഇല്ല. അവിടെ ആ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ളത് മാത്രമേ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് മേടിച്ചോണ്ട് വരികയുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഹെഡിങ് എഴുതുക, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് ഹെഡിങ് എഴുതുക. സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. ഒരു എസിന്റെ കുറവുണ്ട്. സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. ഓക്കെ, നമ്മൾ ഈ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ 3 ആൾക്കാരെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. 1 ലെങ്ത്, 2 മാസ്, 3 ടൈം. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു ഇവരെ വിളിക്കുന്ന പേരാണ് ബേസ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ എന്തോ വിളിക്കുന്നേ? ഫണ്ടമെന്റൽ. ഇപ്പൊ ഉത്തരം പറഞ്ഞ ആരതി അല്ലാതെ മറ്റാരാ ഉത്തരം പറഞ്ഞേ?
ഫാത്തിമ ഹന്ന. ഫാത്തിമ ഹന്ന. പേരുകൾ പഠിക്കണ്ടേ? ക്വസ്റ്റ്യൻ ഇടയ്ക്കൊക്കെ ചോദിക്കും, മനസ്സിലായെന്ന് ചോദിക്കാനൊക്കെ വിളിക്കണ്ടേ? ഫാത്തിമ ഹന്ന ആൻഡ് ആരതി. ഓക്കെ, ശരി. നമ്മൾ ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 4 സിസ്റ്റംസ് ഉണ്ട്. എന്താ ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് വെച്ചാൽ, ഇതൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് ആണ്. അത് നമ്മൾ അതിനകത്ത് എല്ലാ ഫണ്ടമെന്റലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളും അവയുടെ യൂണിറ്റുകളും അടങ്ങിയതാണ്. കൂടാതെ ഇത് നമ്മൾ കൺവീനിയന്റ് ആയിട്ട് സിറ്റുവേഷൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതുമാണ്. സോ ആദ്യത്തെ സിസ്റ്റം, അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യത്തെ 3 സിസ്റ്റത്തിനെ ലെങ്ത്, മാസിന്റെ, ടൈമിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ അതിനെ ഒരു പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഒരു ചെറിയൊരു ടേബിൾ ആക്കാൻ പോവാം. 1 ലെങ്ത്, 2 മാസ്, 3 ടൈം. ഇവയാണ് നമ്മുടെ ബേസ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുമ്പോൾ 3 സ്ഥലങ്ങൾ. 3 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എന്റെ കൊല്ലവും, ഒന്ന് നിങ്ങളുടെ മലപ്പുറവും, പിന്നെ കോഴിക്കോടും അല്ല. ഈ സ്ഥലം എവിടെ വേണമെങ്കിലും ആവാം. ആദ്യത്തെ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് CGS സിസ്റ്റം. CGS സിസ്റ്റം എന്നുണ്ട്. രണ്ടാമത്തെ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് MKS സിസ്റ്റം. മൂന്നാമത്തെ സിസ്റ്റമാണ് FPS സിസ്റ്റം. പഠിച്ചിട്ടുണ്ടോ ഈ സാധനം എവിടെയെങ്കിലും? പഠിച്ചിട്ടുണ്ടോ ഈ സാധനം? ഇല്ല. പഠിച്ചിട്ട് 8ാം ക്ലാസ് 8ൽ പഠിക്കുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സ്റ്റേറ്റ് 8ൽ പഠിക്കുന്ന കുട്ടികൾ ഈ സാധനം പഠിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്ക്. സ്റ്റേറ്റിൽ 8 പഠിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സ്റ്റേറ്റില് പഠിച്ചില്ല, ഞാൻ മറന്നു. കേട്ടില്ല, എന്താണ്? SI സിസ്റ്റം പഠിച്ചിട്ടില്ല. SI സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഓക്കെ. 7 ഫണ്ടമെന്റൽ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുകയായി. പക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, CGS എന്ന് പറയുന്ന സിസ്റ്റം ഫാത്തിമ കടയിൽ പോയപ്പോ, ഫാത്തിമ അല്ലല്ലോ, ആരതി കടയിൽ പോയപ്പോ ഉപയോഗിച്ചത് ആ CGS. എന്തുമായിരിക്കും ആരതി CGS സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? CGS സിസ്റ്റത്തില് ലെങ്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും, മാസിന്റെ യൂണിറ്റ് എന്തായിരിക്കും, ടൈമിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഗ്രാം. മാസിന്റെ ഗ്രാം ആയിരിക്കും. ആദ്യം ഓർഡറിൽ പറ. ലെങ്തിന്റെ ലെങ്ത് മീറ്റർ സി ലെങ്ത് C എന്താണത്? സെന്റിമീറ്റർ. സെന്റിമീറ്റർ. മാസിന്റെയോ? ഗ്രാം. ടൈമിന്റെയോ? സെക്കൻഡ്. ചില സിറ്റുവേഷനിൽ നമ്മൾ ലെങ്തിന് സെന്റിമീറ്റർ ഉപയോഗിക്കാറുണ്ട്, മാസിന് ഗ്രാം ഉപയോഗിക്കാറുണ്ട്, ടൈമിന് സെക്കൻഡ് ഉപയോഗിക്കാറുണ്ട്. ചില ഷോപ്പുകളും സ്റ്റേഷനറി കടകളിലും നമ്മൾ ചെറിയ മെഷർമെന്റുകൾ നടത്തുമ്പോഴെല്ലാം ഉപയോഗിക്കുന്നത് CGS സിസ്റ്റമാണ്. സോ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് CGS സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? CGS സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇൻ CGS സിസ്റ്റത്തിൽ അതിന്റെ ഡെഫിനിഷൻ ചോദിക്കത്തില്ല. CGS സിസ്റ്റത്തില് ഈ CGS സിസ്റ്റത്തിന്റെ താഴെ ഞാൻ ഒരു കാര്യം പറയും. ഇത് ഫ്രാൻസിലാണ് സെറ്റപ്പ് ചെയ്തത്. ഓർത്തു വെച്ചണം, ഫ്രാൻസിൽ. അത് അറിയാൻ വേണ്ടി പറഞ്ഞ, ഫ്രാൻസ് രാജ്യത്താണ് CGS സിസ്റ്റം ഇത് സെറ്റപ്പ് ചെയ്തത്. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ആണ് ഇതിനകത്ത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആയിട്ടുള്ള ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റികൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് CGS സിസ്റ്റം എന്ന് വിളിക്കാം. ബ്രിട്ടീഷ് സിസ്റ്റം കണ്ടെത്തിയതാണ്, നിങ്ങൾക്ക് അറിയാവോ? അത് ആരെങ്കിലും ചോദിച്ചാൽ പറയണം. ബ്രിട്ടീഷ് സിസ്റ്റം കണ്ടെത്തിയതാണ് MKS സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സിസ്റ്റം കണ്ടെത്തിയതാണ് MKS സിസ്റ്റം. FPS, അതിന്റെ FE തന്നെ നമുക്ക് പിടിക്കാം. ഫ്രഞ്ച് ആൾക്കാർ കണ്ടെത്തിയ, ഫ്രഞ്ച് സിസ്റ്റം കണ്ടെത്തിയതാണ് ഈ 3 സിസ്റ്റം. എന്താണ് MKS എന്ന് പറയുന്നത്? പറയാവോ? നിങ്ങൾക്ക് പറയാം. MKS പറയൂ, പോരട്ടെ. മീറ്റർ, കിലോമീറ്റർ. മീറ്റർ, കിലോമീറ്ററോ? അല്ല, മീറ്റർ, കിലോഗ്രാം. കിലോഗ്രാം, സെക്കൻഡ്. FPS സിസ്റ്റമോ? ഫൂട്ട്, കേട്ടോണം, പൗണ്ട്, സെക്കൻഡ്. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇതാണ് 3 പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം. അതിൽ CGS സിസ്റ്റം എടുക്കുമ്പോൾ ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, മാസിന്റെ യൂണിറ്റ് ഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. MKS സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം,
ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. FPS സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ലെങ്തിന്റെ യൂണിറ്റ് ഫുട്ട്, മാസിന്റെ യൂണിറ്റ് പൗണ്ട്, ടൈമിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. ക്ലിയർ ആണോ ഹന്ന? Yes, sir. ബാക്കിയുള്ളവര് ഓക്കെ ആണോ? ഈ 3 സിസ്റ്റം Yes, sir. Yes, sir. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? എന്നാ നോട്ട് ചെയ്തേ, പെട്ടെന്ന് നോട്ട് ചെയ്തേ, നിമിഷ നേരം കൂടെ നോട്ട് ചെയ്തേ. അതുപോലെ CGS സിസ്റ്റം കണ്ടെത്തിയത് ഫ്രഞ്ച് സിസ്റ്റമാണ്. MKS കിട്ടിയത് ബ്രിട്ടീഷ് ആണ്, സോറി ഫ്രാൻസ് ആണ്. FPS സിസ്റ്റം കണ്ടെത്തിയത് ഫ്രഞ്ച് സിസ്റ്റം. MKS ആണ് ഫ്രഞ്ച് കണ്ടെത്തിയത്. എഴുതി തിരിഞ്ഞുപോയി. ഫ്രഞ്ച് കണ്ടെത്തിയത് MKS-ഉം FPS ആണ് ബ്രിട്ടീഷ് സിസ്റ്റം. കടിച്ചാ പൊട്ടാത്തതെന്ന് ഓർത്താം. ബ്രിട്ടീഷുകാർ കണ്ടെത്തി. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതെല്ലാം കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് FPS സിസ്റ്റം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? Yes, sir. എല്ലാരും നോട്ട് ചെയ്തോ? Note ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ 3 സിസ്റ്റം 3 വിദേശ രാജ്യങ്ങളായ ഫ്രാൻസും ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും കണ്ടെത്തിയപ്പോ എനിക്ക് തോന്നുന്നു 1960-ല് ഇവരെല്ലാരും കൂടെ ലോകത്തുള്ള കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഒന്ന് കൂടിച്ചേർന്നു, ഒരു ജനറൽ കോൺഫറൻസ് കൂടിച്ചേർന്നു. ആ ജനറൽ കോൺഫറൻസിന് ഒരു പേരുണ്ടായിരുന്നു, ജനറൽ കോൺഫറൻസ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷർ എന്നാണ് അതിനെ വിളിച്ചത്. ഈ ഒരു ടേം വിളിച്ചു, ജനറൽ, അറിയാൻ വേണ്ടി പറഞ്ഞ ജനറൽ കോൺഫറൻസ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗിൽ, അതെല്ലാ വർഷം കൂടാറുണ്ട്. 1960-ൽ ഇവർ കൂടിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഫ്രഞ്ചിൽ നിങ്ങൾ ലെങ്തിനും മാസിനും ടൈമിന് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡിൽ ഉപയോഗിച്ച് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ അത് അളവ് കുറവാണ്. കാരണം സെന്റിമീറ്ററിൽ ഗ്രാമിന് സെക്കൻഡിലും അല്ലേ ഇത് കിട്ടുന്നത്. ചുമ്മാ മണ്ട എക്സാമ്പിൾ പറയുകയാണെ. അപ്പൊ ഫ്രഞ്ചിൽ എന്നും കിലോഗ്രാമും മീറ്ററും കിലോഗ്രാമും സെക്കൻഡ് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാര് അതിന് പകരം ഫൂട്ടും പൗണ്ടിലുമാണ് എല്ലാ അളവും പറയുന്നത്. സോ ലെങ്തിൽ സെന്റിമീറ്റർ എന്തെങ്കിലും ഒരു സാധനം കൺവീനിയന്റ് ആയിട്ട് അയച്ചു തരുന്നാൽ നമ്മൾ അതിനെ സൂട്ടബിൾ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യാറാവും, കണക്കിലൊക്കെ സയൻസിൽ തന്നെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ SI യൂണിറ്റിലോട്ട് മാറ്റാറുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഈ ജനറൽ കോൺഫറൻസിൽ 1960-ല് സയൻസിന്റെയും ടെക്നോളജിയുടെയും എല്ലാ, അതേപോലെ സയൻസ് ടെക്നോളജി നമ്മൾ മെഷർമെന്റ് വരുന്ന എല്ലാത്തിനകത്തും കൊണ്ടുവരാൻ വേണ്ടി ഒരു നിയമം, ഒരു സിംഗിൾ റൂൾ കൊണ്ടുവന്നു. ലോകത്ത് എല്ലായിടത്തും കുറച്ച് ക്വാണ്ടിറ്റികൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇവയെ ബേസിക് അഥവാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളായിട്ട് എടുക്കണമെന്നും ഇവയുടെ യൂണിറ്റ്സുകളെ ബേസ് യൂണിറ്റ് ആയിട്ടും എടുക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് ഇപ്പൊ ആരതിയുടെ ഹൈറ്റ് 150 സെന്റിമീറ്റർ എന്നല്ലേ നമ്മൾ മെഷർ ചെയ്തേ? ആണോ ആരതി? Yes. അതിനെ എപ്പോഴും സെന്റിമീറ്ററിൽ പറയുന്നതിന് പകരം മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അത് ഇന്ത്യയിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും മറ്റു രാജ്യത്ത് എവിടെ ചെന്നാൽ പോലും അതിനെ കൺവേർട്ട് ചെയ്ത് മീറ്ററിൽ വേണം പറയാൻ. മാസിൻ്റെത് കിലോഗ്രാമിൽ വേണം പറയാൻ. ഗ്രാമിൽ മാത്രം. ഇവിടെ എന്തൊക്കെയുണ്ട്? ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, പൗണ്ട് ഉണ്ട്. ടൈം എപ്പോഴും സെക്കൻഡ് തന്നെയാണ്, പിന്നെ അയാൾക്ക് കുഴപ്പമില്ല. എന്നാൽ ലെങ്തോ സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, ഫൂട്ട് ഉണ്ട്. സോ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സിസ്റ്റമാണ് SI സിസ്റ്റം. SI എന്ന് പറയുന്ന സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്.
ചെറുതായി അപ്പോട്ട് സിസ്റ്റം എല്ലാവരും ഹെഡിങ് എഴുതിയോ? സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി SA സിസ്റ്റം. അതെന്നാ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ 1960 ജനറൽ കോൺഫറൻസ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷർമെന്റിൽ എടുത്ത തീരുമാനമാണ്. ഏതിനെ ബേസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഫ്രഞ്ചുകാര് കണ്ടെത്തിയ സിസ്റ്റം ഓഫ് മീൻ കണ്ടെത്തിയ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും ഹോൺ അടിച്ചുകൊണ്ട് പോകരുത്. ഈ ഫ്രഞ്ച് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ SA സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട്, ഞാൻ അവിടെ ബേസിക് ക്വാണ്ടിറ്റി എന്ന് എഴുതുന്നുള്ളൂ. സോ അതിന്റെ ബേസിക് യൂണിറ്റ് ഉണ്ട്. ആ ബേസിക് യൂണിറ്റിന് സിമ്പല് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ അതിനൊരു സപ്ലിമെന്ററി സെക്ഷനും ഉണ്ട്. ഈ ബേസിക് ക്വാണ്ടിറ്റികളായിട്ട് അവർ സെലക്ട് ചെയ്ത ആൾക്കാർ: 1 ലെങ്ത്, 2 മാസ്, 3 ടൈം, 4 ടെമ്പറേച്ചർ, 5 നമ്മുടെ ഇലക്ട്രിക് കറണ്ട്, 6 ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി, പ്രകാശത്തിന്റെ തീവ്രത എന്നാണ് ലൂമിനസ് ഇന്റൻസിറ്റി. മലയാളംകാരാണെങ്കിൽ സ്പെല്ലിംഗ് ചോദിക്കുക LE അല്ല, LUMINOUS, ലൂമിനസ് ഇന്റൻസിറ്റി. കെമിസ്ട്രിയിൽ വരുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് എത്രണ്ണം ഉണ്ട് മക്കളെ? 7 ഫണ്ടമെന്റൽ ബേസ് ക്വാണ്ടിറ്റികളായിട്ട് ഇവരെ ആ ലെങ്തിന്റെ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളത് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ മീറ്ററിൽ വേണം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ M സിമ്പിൾ ഉപയോഗിക്കാം. രണ്ടാമത്തത് കിലോഗ്രാം, അതിനെ kg എന്ന സിമ്പിൾ ഉപയോഗിക്കാം. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, അതിനെ S എന്ന് ഉപയോഗിക്കാം. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, അതിനെ ക്യാപിറ്റൽ ലെറ്റർ K എന്ന് ഉപയോഗിക്കാം. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്, അതിനെ ക്യാപിറ്റൽ ലെറ്റർ A ഉപയോഗിക്കുന്നിരിക്കാം. ലൂമിനസ് ഇന്റൻസിറ്റി പ്രകാശത്തിന്റെ തീവ്രത. കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും കാണത്തില്ല, സോ കണ്ടില്ല, കാൻഡല. അതിനെ വിളിക്കുന്നത് കാൻഡല എന്നാണ്. അതിന്റെ സിമ്പിൾ CD എന്നാണ്. കെമിസ്ട്രിയിൽ നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ മോൾ എന്ന് വിളിക്കും, അതിന്റെ ഷോർട്ട് കട്ട് മോൾ. നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ആ ബേസിക് ക്വാണ്ടിറ്റിയും ആ ബേസിക് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സുകളും സിമ്പിളുമാണ് ഞാൻ ചൂടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ബേസിക് SA ക്വാണ്ടിറ്റിയിൽ അഥവാ SA സിസ്റ്റത്തിൽ വരുന്ന പ്രൈമറി ആൾക്കാർ. 7 ബേസിക് യൂണിറ്റ്സ് ആണ്. 7 ബേസിക് യൂണിറ്റ്സ്. ഇത് പഠിച്ചിട്ടില്ലേ 8ാം ക്ലാസ്സില്? പഠിച്ചിട്ടുണ്ട്. ഇതാണ്, ഒന്ന് നോട്ട് ചെയ്തേ, പെട്ടെന്ന് നോട്ട് ചെയ്തേ. സർ നോട്ട് ചെയ്തു. എല്ലാവരും നോട്ട് ചെയ്തോ? ഇത് കാണാതെ ചോദിക്കുമ്പം ഈ ബുക്ക് ഈ ക്യാമറയുടെ പുറമെ ഇരിക്കുകയാണ് എല്ലാവരും. ചോദ്യങ്ങൾ ചോദിക്കും, ബുക്ക് തുറന്നു വെച്ച് നോക്കുന്ന ടെൻഡൻസി മാറ്റണം. ഇത് പഠിക്കണം മക്കളെ. കാരണം കോവിഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ സംഭവം ഇങ്ങനെ കടന്നങ്ങ് പോകും. ഈ ഒരു സാധനം നമ്മൾ ന്യൂട്ടന്റെ ലോ പറയുന്ന പോലെ എവരി ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെയും ഒരു കയറ്റമുണ്ട് ഒരു ഇറക്കമുണ്ടെന്ന് പറയുന്ന പോലെ ഈ സംഭവം വന്നൊന്ന് റിയാക്ട് ചെയ്ത് നമ്മളെ ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മളെ അങ്ങ് പോകും. അതിനുശേഷം നമ്മൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അതില്ലെങ്കിൽ നമുക്ക് കോവിഡ് ഇന്ന് നാളെ മറ്റന്നാളും പോകും. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം നമുക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് ക്യാമറയുടെ പുറകിലിരിക്കുന്ന ഒരു മറ എന്ന് പറയുന്ന പോലെ രീതിയിൽ, ഇത് സാധാരണ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടു പഠിക്കുന്ന സ്ഥലത്ത് ഒരു ക്യാമറ ലെൻസിന്റെ മുന്നിലും പിന്നിലുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകരുത്. പകരം നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടോ അത് വൃത്തിയായിട്ട് പഠിക്കുക. +1ഉം +2ഉം നിങ്ങളുടെ എല്ലാവരും പറയും 10ാം ക്ലാസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. ഒരിക്കലുമല്ല. 10ാം ക്ലാസ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഒരാളെയല്ല. നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നമ്മുടെ +1 +2ന്റെ ഫൈനൽ മാർക്കിൽ നമ്മൾ ടേൺ ചെയ്യുന്ന ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ്. അങ്ങോട്ട് പോലേക്ക് നമുക്ക് വേണ്ട ഫണ്ടമെന്റൽ ബേസ് അടിസ്ഥാനം നമുക്ക് നല്ല രീതിയിൽ ഫോം ചെയ്തെടുക്കേണ്ട സ്ഥലവും നമ്മുടെ +1 +2 ക്ലാസ്സുകളാണ്. സോ അതുകൊണ്ട് പരമാവധി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ ടെക്സ്റ്റ് കിട്ടുവാണെങ്കിൽ ടെക്സ്റ്റ് കിട്ടിയോ അല്ല കിട്ടിയെന്ന് തോന്നുന്നു
കിട്ടുവാണെങ്കിൽ ആ ടെക്സ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ വായിക്കുക. അതേപോലെ നീറ്റ് JEE ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ, ക്രാക്ക് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവരും നമ്മുടെ സബ്ജക്ട് കൂടുതൽ വായനാശീലം കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ നമുക്ക് 7 ബേസിക് യൂണിറ്റ്സ് ഉണ്ട്. അതാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് 7 ആൾക്കാരുടെ യൂണിറ്റ്സും ഞാൻ തന്നിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ശരി. ഇനി ഇതിന്റെ കൂടെ തന്നെ 2 സപ്ലിമെന്ററി യൂണിറ്റും ഉണ്ട്. രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന് പ്ലെയിൻ ആംഗിൾ എന്ന് പറയും, ഒന്ന് പ്ലെയിൻ ആംഗിൾ. ആ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ അഥവാ RAD എന്ന് നമ്മൾ ഷോർട്ട് കട്ട് വിളിക്കും. നമ്മൾ സാധാരണ ആംഗിൾ ഡിഗ്രി എന്ന് പറയുന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്നതിനെ കൺവേർട്ട് ചെയ്തപ്പോഴും എന്തിലാണ് നമ്മൾ പറയേണ്ടത്? റേഡിയനിലാണ്. രണ്ടാമത്തതാണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആണ് സ്റ്റെർഡിയൻ എന്ന് പറയും. സ്റ്റെർഡിയൻ, അതിനെ നമ്മൾ SR എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഈ SI സിസ്റ്റത്തിലെ പ്രൈമറി സെക്കൻഡറിയുമായിട്ട് വരുന്ന ആൾ. ഒന്ന് പ്ലെയിൻ ആംഗിൾ, 2 സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ, സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് സ്റ്റെർഡിയൻ. നോട്ട് ചെയ്തോ നിങ്ങൾ? Yes, sir. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? ഇല്ല. ഇല്ല. ഈ ടെക്സ്റ്റ് കിട്ടുമ്പോഴേ ഞാൻ എന്താണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ നമ്മൾ യൂണിറ്റിന്റെ ഡെഫിനിഷൻ എഴുതിയപ്പോൾ അവിടെ എഴുതിയ ഒരു ഫസ്റ്റ് ക്യാരക്ടർ എന്താ? ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് എന്നല്ലേ എഴുതിയേക്കുന്നേ? വെൽ ഡിഫൈൻഡ്. അപ്പൊ ഞാനാണെങ്കിൽ ലെങ്തിന്റെ യൂണിറ്റ് ആയ മീറ്റർ എന്നൊരാൾക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. ഞാൻ ഇത് ഒരെണ്ണം പറഞ്ഞുതരാം, ബാക്കിയുള്ളത് നിങ്ങൾ വായിക്കണം. ഇറ്റ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. നമുക്കത് അറിയാവുന്ന ഒരാളാണ്. ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുകയെന്ന് ചോദിച്ചാൽ 1 മീറ്റർ എന്ന് പറയുന്ന ഒരാളായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മറ്റേതെല്ലാം 1 സെക്കൻഡ്, 1 കിലോഗ്രാം, 1 ആംപിയർ, 1 കെൽവിൻ അങ്ങനെയാണ് പറയുന്നത്. സോ ഇതിനകത്ത് 1 മീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ, ആരും എഴുതേണ്ടത്, കേട്ടിരുന്നാ മതി. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് by light in vacuum during a time interval of, ആ ടൈം ഇന്റർവൽ പറ്റുന്ന ഒരാൾ വായിക്കണേ, ടൈം ഇന്റർവൽ ഓഫ് 1/2979245 of a second. ഇങ്ങനൊരു ഡെഫിനിഷൻ ആർക്കുണ്ട്? നമ്മുടെ ലെങ്തിന്റെ യൂണിറ്റ് ആയ മീറ്ററിനുണ്ട്. അതുകൊണ്ട് ഇതിനെ വെൽ ഡിഫൈൻഡ് എന്ന് വിളിക്കാനുള്ള കാരണം. മീറ്ററിന്റെ ഡെഫിനിഷൻ വായിച്ചു നോക്കിക്കേ. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്യൂം ഡ്യൂറിങ് എ ടൈം ഇന്റർവൽ ഓഫ് 1/3 ടൈം ഓഫ് എ സെക്കൻഡ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു ഡെഫിനിഷൻ? ഹലോ? ഇല്ല. ഇതുപോലെ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് കിട്ടുമ്പോൾ അതിനകത്ത് വലിയൊരു ബോക്സിനകത്ത്, ഇങ്ങനെ വലിച്ചു നീട്ടൊരു ബോക്സിനകത്ത്, ടെക്സ്റ്റിനകത്ത് ഒരു കളറിനകത്ത് ഈ പറയുന്ന ലെങ്തിന്റെ ഡെഫിനിഷൻ, മീറ്ററിന്റെ ഡെഫിനിഷൻ, കിലോഗ്രാമിന്റെ ഡെഫിനിഷൻ, സെക്കൻഡിന്റെ ഡെഫിനിഷൻ, ആംപിയർ, നമ്മൾ ഈ പറയുന്ന 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും സപ്ലിമെന്ററി ക്വാണ്ടിറ്റിയുടെ എല്ലാം എന്തുണ്ട്? യൂണിറ്റ്സുകൾ. അതിന്റെ ഡെഫിനിഷൻ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്, അത് വായിക്കണം. ഓക്കെ ആണോ? വായിക്കുവോ? ഓക്കെ ശരി. അപ്പൊ നമ്മള് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണെന്നും അവയുടെ യൂണിറ്റുകൾ എന്തൊക്കെയെന്നൊക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല.
നമുക്ക് ഈ SI യൂണിറ്റുകൾ എന്ന് പറയുന്ന ആൾ നമ്മളിപ്പോ പഠിച്ചു 7 പ്രൈമറിയിൽ ഫണ്ടമെന്റൽ ആയിട്ട് ബേസിൽ ആദ്യത്തിനകത്ത് 7 പേരും രണ്ടാമത്തെ സെക്ഷനിൽ 2 ആൾക്കാരും സോൾഡ് ആംഗിളും സ്റ്റെർഡിയനും സോൾഡ് ആംഗിളും പ്ലെയിൻ ആംഗിൾ അതെന്താന്ന് പറഞ്ഞു തരും. അപ്പൊ ഇവിടെ നമുക്ക് ഈ SI യൂണിറ്റ് ഉപയോഗിക്കണമെങ്കിൽ 2-3 റൂൾസ് ഉണ്ട്. ആ 2-3 റൂൾസ് അറിഞ്ഞിരിക്കണം. അത് ഇനി തൊട്ട് ഫിസിക്സ് പഠിക്കുന്ന എല്ലാ കുട്ടികളും അത് മനസ്സിലാക്കി വെക്കണം. അപ്പം റൂൾസ് ഫോർ റൈറ്റിംഗ് SI units in symbol. SI units in symbol. സുജിന ശബ്ദം കുറച്ചിട്ട്. റൂൾസ് ഫോർ റൈറ്റിംഗ് SI units in symbols. അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് SI യൂണിറ്റുകളുടെ യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഈ യൂണിറ്റ്സുകൾ ഞാൻ ആ 7 യൂണിറ്റുകൾ എഴുതിയതിനകത്ത് നിങ്ങൾക്ക് തന്നെ പറയാം ഒരു പ്രത്യേകത എന്തായിരിക്കും ഫാത്തിമ? നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അതിന്റെ യൂണിറ്റുകളും എഴുതിയതിനകത്തുനിന്ന് ഫാത്തിമയ്ക്ക് പറയാൻ പറ്റിയ ഫസ്റ്റ് കാര്യം എന്താണ്? ഒരു കൺക്ലൂഷൻ. ഹലോ, ഇവിടെ ആരും ഇല്ലയോ? ഹന്ന, സാർ ഇട്ടേക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് മറക്കാതെ നോക്കണേ. മലയാളം മീഡിയം സ്റ്റുഡൻസ് മീനിങ് അറിയാത്തത് വോയിസ് ആയി ചോദിക്കണേ. ക്ലിയർ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ കുട്ടികളെ, പിന്നെന്താ ഇത്രയും നേരം ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുമുണ്ട്. ഞാൻ പെട്ടെന്ന് വിളിച്ചു വൈഫൈ ഡിസ്കണക്ട് ആയി ഞാൻ അങ്ങനെ പോയോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് നോക്കിയത്. അപ്പൊ ഞാൻ ഇവിടെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് റൂൾസ് ഫോർ റൈറ്റിംഗ് SI യൂണിറ്റ് ഇൻ സിമ്പിൾ. നമ്മള് ഇപ്പൊ SI യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് യൂണിറ്റ്സുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ യൂണിറ്റുകൾ എഴുതുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഞാനിപ്പോ നമ്മള് ലെങ്തിന്റെ യൂണിറ്റ് എന്താണ് എഴുതിയത്? മീറ്റർ അല്ല എഴുതിയത്? യെസ് ഓർ നോ? ആണോ അല്ലയോ ഒന്ന് മൈക്ക് ഓൺ ചെയ്തെന്ന് പറയണേ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, അതുപോലെ തന്നെ കറണ്ടിന്റെ യൂണിറ്റ് ഞാൻ എഴുതിയപ്പോൾ എന്താ എഴുതിയത്? കറണ്ടിനെ I എന്ന ലെറ്റർ എന്താ സൂചിപ്പിക്കുന്നത്? കറണ്ടിനെ നമ്മൾ ആംബിയർ. അത് എഴുതിയ പ്രത്യേകത അത് ഏത് ലെറ്ററാ? എ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ ഉപയോഗിച്ചേ? അല്ലേ? ആണോ? ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഞാൻ എന്തോ ഇട്ടത്? കെൽവിൻ എന്ന് പറയുന്നതിന് K എന്നല്ലേ ഉപയോഗിച്ചേ? ഈ കറണ്ടും ടെമ്പറേച്ചറും ഒഴിച്ചിട്ട് ബാക്കിയുള്ള യൂണിറ്റുകൾക്ക് പ്രത്യേകത എന്താ നോക്കിക്ക്. എന്താണ് ആ ബാക്കിയുള്ള സിമ്പിൾസിന്റെ പ്രത്യേകത? മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളും ഉണ്ടെങ്കിൽ പറയുക, ധൈര്യമായിട്ട് കോൺവെർസേറ്റ് ചെയ്യുക. എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ചോദിച്ച് തന്നെ പോകണം. കാരണം നമ്മൾ 1.5 മണിക്കൂർ മെനക്കെടുക എന്ന് പറയുമ്പം അത് പ്രയോജനം ചെയ്ത് തന്നെ പോകണം. ഒരു 1.5 മണിക്കൂർ രാവിലെ 8 മണി തൊട്ട് 9-10 മണി വരെ, അല്ലെങ്കിൽ 8 തൊട്ട് 10 മണി വരെ ഒരാളുടെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് വെറുതെ വന്നിട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ നമ്മളുണ്ടാവും. നമ്മളൊരു കടയിൽ പോയി സാധനം മേടിച്ചിട്ട് അത് കൊള്ളത്തില്ലെങ്കിലും അവന്റെ കുത്തിന് പിടിച്ച് നമ്മൾ പിറ്റേന്ന് സാധനം, ഡ്രസ്സാണെങ്കിലും സാധനമാണെങ്കിലും ഒരു മാറ്റി നമ്മൾ മേടിക്കാൻ നമ്മൾ ചെയ്യും. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു ക്ലാസ്സിൽ നമ്മൾ പോയിരുന്ന് ആ സാറ് പഠിപ്പിച്ചിട്ട് പോകുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും നിങ്ങളത് കേട്ടോണ്ടിരിക്കും. ഒരിക്കലും അങ്ങനെ ആവരുത്. മനസ്സിലായില്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യണം? മനസ്സിലായില്ലെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. സാർ ഒന്നുകൂടെ പറഞ്ഞു തരികയും എനിക്കത് മനസ്സിലായില്ല, അത് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരികയും ധൈര്യമായിട്ട് നിന്ന് ക്ലാസ്സുകളിൽ ചോദിക്കണം. ദ റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ് സിമ്പിൾ. അതിലെ ഫസ്റ്റ് റൂൾ എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ സ്മാൾ ലെറ്റർ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പൊ ചോദിക്കും, ആംബിയർ K ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? കെൽവിന്റെ K ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? അതപ്പോ താഴെ വരും. നമ്മൾ ആ പറയും ഫസ്റ്റ് യൂണിറ്റ് നോക്കിക്കേ. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ്
small letters are used for symbol of, നോട്ട് ചെയ്ത് പോണതിന്റെ കൂടെ തന്നെ symbols of units. നമ്മൾ SI സിസ്റ്റത്തിലെ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, അതെല്ലാം ഏത് ലെറ്ററിൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ? സ്മോൾ ലെറ്ററിൽ വേണം നമ്മൾ. ആരാണ് ചോദിച്ചോളൂ. ഹലോ 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 സാറൊന്ന് വിളിച്ചാള് മനസ്സിലായെന്ന് പറയാനോ അതോ എഴുതിന്ന് പറയാനാണോ? ഓക്കെ. അപ്പൊ സ്മാൾ ലെറ്റർ ആർ യൂസ്ഡ് ഫോർ സിംബൽ ഓഫ് യൂണിറ്റ്സ്. നമ്മൾ സ്മാൾ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ, നമ്മൾ ഏതൊരു സിമ്പിൾ ഉപയോഗിച്ചാലും ഇപ്പൊ ഒരു ലെങ്ത് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് നാം ഉപയോഗിക്കുക 50 മീറ്റർ. മാസിന്റെ യൂണിറ്റ് ഞാൻ എഴുതുകയാണ് 40 കിലോഗ്രാം. ഒരിക്കലും നിങ്ങൾ ലെങ്തിന്റെ യൂണിറ്റ് 50 മീറ്റർ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്, മാസിന്റെ യൂണിറ്റ് 40 കിലോഗ്രാം കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ്. ഒരിക്കലും നമ്മൾ സിമ്പിൾസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ദേ ആർ നോട്ട് ഫോളോവഡ് ബൈ ഫുൾ സ്റ്റോപ്പ്. ഒരിക്കലും എന്തുപയോഗിക്കില്ല അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് തെറ്റ്, ഇത് ശരി. സോ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ പറയാം, സിമ്പിൾസ് ആർ നോട്ട് ഫോളോവഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. ക്ലിയർ ആണോ ഈ രണ്ടാമത്തെ റൂള്? Yes, sir. ഹലോ, യെസ്. എന്താണ് വിളിച്ചോ, ചോദിക്കുക. ഡൗട്ട് കൊണ്ടാണോ എസ് എന്നാന്ന് പറയാൻ വിളിച്ചാണോ? ശരി, അടുത്ത റൂള് എന്താണെന്ന് നോക്കിക്കോളൂ. നമ്മളിപ്പം ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് നമ്മൾ കെൽവിൻ എന്നാ ഉപയോഗിച്ചത്. അതിന് നമ്മൾ ഉപയോഗിച്ച ലെറ്റർ എഴുതുമ്പോൾ ഇതാണ് ഇങ്ങനെ. ഞാൻ കെൽവിൻ എഴുതുമ്പോൾ സ്മാൾ ലെറ്ററിലാണ് എഴുതുന്നത്, കെൽവിൻ. ആംബിയറിന് ഞാൻ എഴുതിയപ്പോ ഫുള്ളായിട്ട് എഴുതിയപ്പോ രണ്ട് റൂളാണ് ഒറ്റ കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. AMBER എന്ന് കൂളംബ് ചാർജിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വരുമ്പോ കെൽവിൻ എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ കെൽവിൻ എന്ന് പറയുന്ന ആളുടെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ആംബിയർ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ A എന്ന് വേണം എഴുതാൻ. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ ആദ്യമേ പറഞ്ഞു സ്മാൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സിമ്പിൾ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. SI സിസ്റ്റത്തിൽ നമ്മൾ സ്മാൾ ലെറ്റർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച്. എന്തുകൊണ്ടായിരിക്കാം? ആളുകളുടെ പേരാണോ? ആള്. കെൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ നെയിമാണ്. ആംബിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ നെയിമാണ്. ചാൾസ് അഗസ്റ്റിൻ ഡി കൂളംബ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്കാണ് ചാർജിന്റെ യൂണിറ്റ് കൂളംബ് എന്ന് വരുന്നത്. ജോർജ് സൈമൺ ഓം, OHM, ഓം എന്ന് പറയുന്ന ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ നെയിമാണ്. അതാണ് നമ്മൾ ഓംസ് ലോയിൽ പഠിക്കുന്ന റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. സോ സയന്റിസ്റ്റുകളുടെ നെയിമുകൾ വരുന്ന സമയത്ത് the initial letter of symbol is capital only when the units named after a scientist. The initial letter of a symbol is capital only when the units is named after a scientist. സയന്റിസ്റ്റുകളുടെ നെയിം വരുമ്പോൾ നമുക്ക് അതിന്റെ യൂണിറ്റ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ക്ലിയർ ആണോ? Yes, sir. അപ്പൊ ആ റൂൾ അവിടെ ഇരിക്കൂ. The initial letter of a symbol is the initial letter of a symbol is capital only when the unit is named after a scientist.
നോട്ട് ചെയ്യാം. The initial letter of a symbol is capital only when the unit is named after a scientist. ഞാൻ ഇതിന്റെ കൂടെ ഒരു റൂൾ കൂടെ പറയാമെന്ന് പറഞ്ഞില്ലയോ? കെൽവിൻ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററും, ആംബിയർ ഉപയോഗിച്ചപ്പോൾ എയും, കൂളംബ് ഉപയോഗിച്ചാൽ സിയും എന്നൊക്കെ നാം പറഞ്ഞു. ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചാൽ എന്നും നമ്മൾ ഉപയോഗിക്കും. എന്നാൽ കെൽവിൻ, ഇപ്പൊ ടെമ്പറേച്ചർ 5 കെൽവിൻ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഞാൻ അതിനെ സെന്റൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ 5 കെൽവിൻ എന്ന് എഴുതുക. ഇത് സ്മാൾ ലെറ്റർ കെ ആണ്. 5 ആംപിയർ കറണ്ട് എന്ന് ഇങ്ങനെയോ അല്ലെങ്കിൽ എഴുതുകയാണെങ്കിൽ 5 ആംപിയർ എന്ന് എഴുതാവും. കാരണം സയന്റിസ്റ്റിന്റെ നെയിം വരുന്ന യൂണിറ്റുകൾ നമ്മൾ കംപ്ലീറ്റ്ലി നെയിം ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എപ്പോഴും എന്തിലെ എഴുതാവൂ? സ്മാൾ ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യാവൂ. സ്മാൾ ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇതിന്റെ കൂടെ ഞാൻ പറയുന്ന രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞത്. ദ ഫുൾ നെയിം ഓഫ് എ യൂണിറ്റ്, the full name of a unit always begins with a small letter, even if it has been named after a scientist. ഇപ്പൊ നമ്മളൊരു സയന്റിസ്റ്റിന്റെ പേര് വരുന്ന യൂണിറ്റ് പൂർണ്ണമായിട്ട് എഴുതുകയാണെങ്കിൽ ആ പേര് എഴുതുമ്പോൾ അത് സ്മാൾ ലെറ്റർ, നമ്മൾ സാധാരണ ഒരു പേര് എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഓർത്തു വെക്കണത് നമ്മൾ സ്മാൾ ലെറ്ററിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലാസ്റ്റത്തെ റൂളോട് പറയാണ്, സിമ്പിൾസ് ഡു നോട്ട് ടേക്ക് പ്ലൂറൽ ഫോം. എന്താ ഈ പ്ലൂറൽ ഫോം എന്ന് വെച്ചാല്? എന്താണ് ഈ പ്ലൂറൽ ഫോം എന്ന് വെച്ചാൽ, നമ്മള് കിലോഗ്രാം എസ്, സെന്റിമീറ്റർ എസ്, അല്ലെങ്കിൽ മീറ്റർ എസ്, അതിന്റെ കൂടെ നമ്മൾ എസ് ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കലും. ആ എസ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കല്. അതിന്റെ പ്ലൂറൽ ഫോം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന നമ്മുടെ SI യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സിമ്പൽ എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ കൂടെ എക്സ്ട്രാ 2-3 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു തരിക. ഇത് നോട്ട് ചെയ്തോ? നിങ്ങൾ നോട്ട് ചെയ്തോ? എല്ലാവരും ചെയ്തോ? യെസ് ഓക്കെ, ശരി. ഞാൻ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ വരുമ്പോൾ SI യൂണിറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ ഉപയോഗിക്കുന്നതും ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾക്ക് യൂണിറ്റ് ഉപയോഗിക്കും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് എപ്പോഴും ഒരു ഫ്രാക്ഷന്റെ രൂപത്തിലായിരിക്കും നമ്മൾ വരുന്നത്. സോ ആ ഫ്രാക്ഷൻ രൂപത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഓർത്തു വെച്ചിരിക്കണം, ഇപ്പം മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്നും മീറ്റർ പെർ സെക്കൻഡ് എന്നും പറയുന്നത് സ്പീഡിന്റെ യൂണിറ്റ് ആണെന്നറിയാം. ഇതിൽ ഏതാണ് കറക്റ്റ് രൂപം? മീറ്റർ പെർ സെക്കൻഡ് ആണോ? ഈ മീറ്റർ പെർ സെക്കൻഡ് ആണോ? രണ്ടാമത്തെ മീറ്റർ പെർ സെക്കൻഡ് ആണോ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്? മീറ്റർ പെർ സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇത് നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഞാൻ കുറച്ച് എക്സ്ട്രാ നോളജോട് ഞാൻ പറയാം. ഒരിക്കലും പിന്നെ ഈ യൂണിറ്റുകൾ എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പൊ കറക്റ്റ് രൂപം എപ്പോഴും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതാം. അല്ലെങ്കിൽ യൂണിറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പം മീറ്റർ പെർ എന്തെന്ന് എഴുതണം, നിങ്ങൾ സെക്കൻഡ് എന്ന് തന്നെ എഴുതണം. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്, ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. പക്ഷെ മറ്റെന്താണ്? തെറ്റാണ്. ഏതൊരു യൂണിറ്റ് എഴുതിയാലും 5 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 20 മീറ്റർ, 10 മീറ്റർ, 5 മീറ്റർ, ഇതിൽ എന്തൊക്കെയാണ് തെറ്റ്, എന്തൊക്കെയാണ് ശരി? ഞാൻ ഈ 5 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 20 മീറ്റർ, 10 മീറ്റർ, 5 മീറ്റർ എന്ന് വീണ്ടും വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കെന്താ വട്ടം? എന്താണ് ഞാൻ എഴുതിനകത്ത്? ഇതിനകത്ത് ശരി, എന്താണ് തെറ്റ്? പറയാവോ ആർക്കെങ്കിലും?
യെസ്, നമ്മൾ ഏതൊരു യൂണിറ്റ് എഴുതിയാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ സംഖ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു സ്പേസ് ഇട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഒരിക്കലും ചേർത്ത് എഴുതരുത്, തെറ്റാണ്. ചേർത്ത് എഴുതരുത്, തെറ്റാണ്. ഇനി അതേപോലെ ഏതെങ്കിലും ഒരു ലെറ്ററിന്റെ തൊട്ട് മുന്നേ 0.01 എല്ലാവരും പറയും 0.1 0.01 അങ്ങനെ ഒരിക്കലും പറയില്ല, അത് തെറ്റായിട്ടുള്ളൊരു പ്രൊനൗൺസിയേഷൻ ആണ്. എപ്പോഴും 0.01 0.1 0.005 0.012 0.523 എന്ന് വേണം പറയാൻ. ഒരിക്കലും 0.0 എന്ന് പറയരുത്. ഇനി പറയുമോ നിങ്ങൾ ആരെങ്കിലും? No, sir. ഇല്ല, ഒരിക്കലും അങ്ങനെ പറയരുത്. 0.01 0.1 0.005 0.012 0.523 ഇങ്ങനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പറയുകയുള്ളൂ. ക്ലിയർ ആണോ? എക്സ്ട്രാ ഞാനൊന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണോ? Yes, sir. ഈ റൂൾസ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? മൈക്ക് ദയവേത് മെസ്സേജ് അയക്കരുതേ, ഒന്ന് വോയിസ് ഓൺ ചെയ്തൊന്ന് പറയുമോ? യൂണിറ്റ്സിന്റെ റൂൾസ്, SI യൂണിറ്റ്സ് നമ്മൾ എഴുതുന്നതിനുള്ള യൂണിറ്റ്സ് നമ്മളിപ്പോ എഴുതിയത്, ഈ റൂൾസ് പറഞ്ഞത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ പ്ലീസ് ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിക്കും. ഇല്ലെങ്കിൽ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ലാസ്റ്റ് ഏതാണ് A/B പറഞ്ഞ് ചെയ്തത് കോൾ വന്നിരുന്നു. അത് ഞാൻ പറഞ്ഞു. അത് ഇത് SI യൂണിറ്റുകളുടെ കോമ്പിനേഷൻസുകൾ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എടുക്കുക. സിജിന, സ്പീഡ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമുക്കറിയാം. ആ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ എന്നും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും യൂണിറ്റ് ഒരാളെ ഡിവൈഡഡ് ബൈ മറ്റൊരാളെന്ന് എഴുതുമ്പോൾ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് നമ്മൾ ഒരിക്കലും എഴുതാറില്ല. പകരം നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. എപ്പോഴും നമ്മൾ ഫ്രാക്ഷൻ വരുന്ന സമയത്ത്, അതായത് യൂണിറ്റുകൾ ഡിവിഷന്റെ രൂപത്തിലേക്ക് എഴുതുന്ന സമയത്ത്, ഒരു നിമിഷം മക്കളെ, യൂണിറ്റുകൾ ഡിവിഷൻ വരുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ക്ലാസ് കഴിഞ്ഞാലും പോകരുത് കേട്ടോ. ഒരു MCQ ഫസ്റ്റ് ക്ലാസ്സിന്റെ ടെസ്റ്റ് ഉണ്ടാവേ. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാത്തവർക്കൊക്കെ ചെയ്യാം, ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം കൂടി അറ്റൻഡ് ചെയ്യുന്നത് ചാറ്റിൽ ഇട്ടു കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓപ്ഷൻസ് ഇന്നത്തെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ സാറേ? ഹലോ സാറേ, ഇന്നത്തെ ക്ലാസ് കേട്ടിരിക്കുന്നവർ കൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഇന്ന് അതുകൂടെ ഞാൻ ആ ഒരു രീതി വെച്ചത്, കാരണം അന്നത്തെ ഇൻട്രഡക്ഷൻ സെക്ഷനകത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സോട് അറ്റൻഡ് ചെയ്യുന്നവർ കൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. ധൈര്യമായിട്ടൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ശരി, അപ്പൊ കുഞ്ഞെ, ഞാൻ ഇവിടെ ഇപ്പൊ ചോദിച്ച ഡൗട്ട് എന്ന് പറയുമ്പോൾ സ്പീഡ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. വെലോസിറ്റിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ എന്നും ടൈമിന്റെ യൂണിറ്റ് നമ്മൾ അവിടെ സെക്കൻഡ് എന്നുമാണ് എഴുതുന്നത്. ഒരിക്കലും ഇക്വേഷൻസ് എഴുതിയ പോലെ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് ഒരിക്കലും യൂണിറ്റുകൾ നമ്മൾ എഴുതാറില്ല. പകരം ആ ഡിവിഷനെ പെർ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് വേണം എഴുതാൻ. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എഴുതാൻ പാടുള്ളൂ. ഇനി ആ മീറ്റർ പെർ സെക്കൻഡ് എഴുതുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മീറ്റർ പെർ സെക്കൻഡിനെ എഴുതുമ്പോൾ ഒന്നീ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് എഴുതുമ്പോൾ ഒന്നീ M ഡിവൈഡഡ് ബൈ S എന്ന് വേണം. ഒരിക്കലും ഒരെണ്ണം ഫുൾ മീറ്റർ എന്നും മറ്റൊരെണ്ണം സിമ്പിളുമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും മീറ്റർ എന്ന്, രണ്ടും സെന്റൻസ് ആയിട്ട് തന്നെ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്, SC സെക്കൻഡ് എന്നും അല്ലെങ്കിൽ MET മീറ്റർ എന്നും നമ്മൾ സെന്റൻസ് ആയിട്ട് എഴുതുകയോ, അല്ലെങ്കിൽ എന്താ രണ്ടും സിമ്പിൾ മാത്രമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരുടെ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പാടില്ല. അതായത് സിമ്പിളും നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഫുൾ എഴുതുന്നതും ഉപയോഗിക്കാൻ പാടില്ല. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഡൗട്ട് ചോദിച്ചു കുഞ്ഞെ? യെസ് സർ. ഇപ്പം ഈ റൂൾസ് മനസ്സിലാക്കി വെച്ചിരിക്കണം. എക്സ്ട്രാ ഞാൻ പറഞ്ഞു തന്ന റൂൾസ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലോട്ട് പോകാൻ പോവുകയാണ്.
ഇത് നമുക്ക് എല്ലാ +2 ലെവൽ വരെ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ കൺവേർഷൻസിന് വേണ്ടി ഉപയോഗിക്കും. പൂജ്യപ്പെട്ട് കളിക്കാനൊന്നും അല്ല കേട്ടോ. ആദ്യം എഴുതിയിരിക്കുന്ന സംഖ്യ വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. ഇത് വായിക്കാൻ പറ്റുമോ? ഇപ്പൊ എഴുതിയ ഈ സംഖ്യ വായിക്കാൻ പറ്റുമോ? അത് എത്ര? അത് 12. അല്ല, ഞാൻ ചോദിച്ചേ, ഇത് സംഖ്യ 10 അല്ലേ? ഇത് 100 ഞാൻ എഴുതിയത്. ഇതിനെ ഞാൻ എത്ര എഴുതിയത്? 1000, 10,000, ഇങ്ങനെ ഒരുപാട് ലെറ്ററിൽ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു സംഖ്യ വന്നാൽ അത് പെട്ടെന്ന് വായിക്കാൻ പറ്റുക 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, അങ്ങനെ കോടി നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും അല്ലേ? അപ്പൊ നമുക്കതിനെ, നിങ്ങളൊരു റൂള് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ വലിയ നമ്പർ വരുമ്പം 10 to the പവറിലോട്ട് മാറ്റി എഴുതാം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനെ പ്രിഫിക്സ് അല്ലെങ്കിൽ 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സംഖ്യ നമ്മൾ എങ്ങനെ എഴുതാം? ആദ്യത്തെ സംഖ്യ എങ്ങനെ എഴുതാം? 10 raised to 11. രണ്ടാമത്തെയോ? 10 raised to 8. 10 raised to 8. എത്ര? 10 raised to 8. ഇതിനെ എങ്ങനെ എഴുതാം? വെറും 10നെ എങ്ങനെ എഴുതാം? 10 raised to 1. 100നെ എങ്ങനെ എഴുതാം? 10 raised to 2. 1000നെ എങ്ങനെ എഴുതാം? 10 raised to 3. 10,000നെ എങ്ങനെ എഴുതാം? 10 raised to 4. അങ്ങനെയാണ് ഹെഡിങ് എല്ലാവരും എഴുത്. അബ്രിവേഷൻസ് ഇൻ പവർ ഓഫ് 10. Abbreviations in power of 10. Abbreviations power of 10 എന്ന ഹെഡിങ് എഴുതാം. കൂടെ ആൻഡ് പ്രിഫിക്സ് എന്നൂടെ എഴുതണം. പ്രിഫിക്സ് നമ്മൾ ഈ അബ്രിവേഷൻസ് കൂടാതെ, അല്ലെങ്കിൽ പ്രിഫിക്സുകൾ എന്ന് നമ്മൾ അതിനെ വിളിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാല്, ചില നമ്പർ, ഞാൻ ആദ്യം എഴുതിയ 10 to the പവർ നിങ്ങൾ പറഞ്ഞ 12 0, ചിലപ്പോൾ ചില നമ്പർ നമ്മൾ ഫിസിക്സിൽ തന്നെ ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന ചില ക്വാണ്ടിറ്റികളുടെ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വലിയ നമ്പേഴ്സ് ആവാം, അതുപോലെ അത് ചെറിയ നമ്പേഴ്സ് ആവാം. സോ ഈ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കത് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, നമുക്ക് ആ സംഖ്യ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ അവയെ എന്ത് ചെയ്യുന്നറിയോ? 10 to the പവറിലോട്ട് മാറ്റിയെടുക്കും. മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ സബ് മൾട്ടിപ്പിൾ ആയിട്ടെടുക്കും. ഈ രൂപത്തിലേക്ക് മാറ്റുന്നതിന് അബ്രിവേഷൻസ് ഇൻ പവർ ഓഫ് 10, അവയുടെ പേരുകൾക്ക് ഓരോന്നും നമ്മളെ പ്രിഫിക്സ് എന്നും വിളിക്കാറുണ്ട്. സാധാരണ കോമൺലി നമുക്ക് ആവശ്യമുള്ളത് 10 raised to 1, 10 raised to 2, 10 raised to 3, 10 raised to 6, 10 raised to 9, 10 raised to 12, 10 raised to 15, 10 raised to 18. കോമൺലി ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ഓഫ് പവർ ഓഫ് 10 ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ 10 raised to 1നെ ഒരു പേരുണ്ട്, 10 raised to 2 ഒരു പേരുണ്ട്, 10 raised to 3 പേരുണ്ട്. ഇവയുടെ മൈനസ് വാല്യൂ ആയിട്ടുള്ളത് നമുക്ക് പഠിക്കണം. ഇനി ഈ 10 raised to 1 എന്ന് പറയുന്ന ആളുടെ പ്രിഫിക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡെക്ക എന്നാ വിളിക്കുന്നത്. 10 raised to 1നെ നമ്മൾ വിളിക്കും ഡെക്ക. ഡെക്കയുടെ ഷോർട്ട് ഫോമിന് ഡാ എന്ന് വിളിച്ചാൽ മതി. നമ്മുടെ ഫ്രണ്ട്സിനെ ഡാ എന്ന് വിളിക്കുന്നതിന് പകരം ഫാത്തിമ എടാ ഡാ എന്ന് വിളിക്കുന്നവരോ 10 raised to 1 എന്ന് വിളിച്ചാൽ മതി. 10 raised to 2നെ നമ്മൾ വിളിക്കും ഹെക്ടോ എന്ന് വിളിക്കും. ഹെക്ടോ.
അതിന്റെ സിമ്പിൾ H ആണ്. 10⁻³ നിങ്ങൾക്ക് പറയാം എത്രയാണ്? 10⁻³ എന്ന് പറയുന്നത് എന്താണ്? അറിയോ ആർക്കെങ്കിലും? കിലോ. അതിനെ K എന്നാണ് വിളിക്കുന്നത്. 10⁻⁶ നമ്മൾ മെഗാ എന്നാണ് വിളിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ M ആണ് ഉപയോഗിക്കുന്നത്. 10⁻⁹ ഗിഗ എന്നാണ് വിളിക്കുന്നത്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ G ഉപയോഗിക്കും. 10⁻XII ടെറ എന്നാണ് വിളിക്കുന്നത്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ T എന്ന് വിളിക്കും. 10⁻XV പെറ്റ എന്ന് വിളിക്കും. അതിനെ ക്യാപിറ്റൽ ലെറ്റർ P ഉപയോഗിക്കും. 10⁻XVIII നമ്മൾ എക്സ എന്നാണ് വിളിക്കുന്നത്. അതിനെ E എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോടോ? ഇത് നോട്ട് ചെയ്തോ? എന്താണ് ഇതിന്റെ യൂസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എഴുതിയോ? ഹലോ ആരതി? അപ്പൊ 10⁻⁻ ഇങ്ങോട്ട് എന്ത് വിളിക്കണം നിങ്ങള്? ഡെക്ക എന്നും, 10⁻² ഹെക്ടോ എന്നും, 10⁻³ കിലോ എന്നും, 10⁻VI മെഗാ എന്നും, 10⁻IX ഗിഗ എന്നും, 10⁻XII ടെറ എന്നും, 10⁻50 പെറ്റ എന്നും, 10⁻XVIII എക്സ എന്നും വേണം വിളിക്കാൻ. ഇനി ഇവയുടെ ഇൻവേഴ്സ് ഫോം ഉണ്ട്. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ ഞാൻ അടുത്ത ഇൻവേഴ്സ് ഫോം പറയാൻ പോവുകയാണേ. 10⁻⁻1, 10⁻⁻², 10⁻⁻3, 10⁻⁻6, 10⁻⁻9, 10⁻⁻12, 10⁻⁻50, 10⁻⁻18. എന്താണ്? നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് ഫോം ആണ്. ഈ 10⁻⁻1 ഇനി നമ്മൾ വിളിക്കുമ്പോൾ ഡെസി എന്ന് വിളിച്ചാൽ മതി. അതിന്റെ സിമ്പിൾ D ആണ്, സ്മാൾ ലെറ്റർ D. 10⁻⁻2 നിങ്ങൾ സെന്റി എന്ന് വിളിച്ചാൽ മതി. അതിന്റെ ഷോർട്ട് കട്ട് Z ആണ്, സിമ്പിൾ. 10⁻⁻3 നിങ്ങൾ മില്ലി എന്ന് വിളിച്ചാൽ മതി. അതിനെ M എന്ന് വിളിക്കാം. 10⁻⁻6 മൈക്രോ എന്നാണ് വിളിക്കുന്നത്. അതിനെ ഈ ലെറ്റർ മ്യൂ, അതെങ്ങനെ എഴുതുന്നത്? U എന്ന് പറയുന്ന പോലെ ലെറ്റർ ഇട്ടിട്ട് അതിനിങ്ങനെ കാല് താഴോട്ടിട്ട് അതിനെ മൈക്രോ എന്നാണ്. 10⁻⁻9 നാനോ എന്നാണ് വിളിക്കുന്നത്. സ്മാൾ ലെറ്റർ N. 10⁻⁻12 പൈക്കോ എന്നാണ് വിളിക്കുന്നത്. പൈക്കോ, അതിനെ P എന്ന ലെറ്റർ കൊണ്ട് ഉപയോഗിക്കും. 10⁻⁻50 ഫെംറ്റോ എന്നാണ് വിളിക്കുന്നത്. ഫെംറ്റോ, അതിനെ F എന്ന് വിളിക്കും. 10⁻⁻18 അറ്റോ എന്ന് വിളിക്കും. അറ്റോ, അതിനെ A എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഈ 10⁻1 എന്ന് പറയുമ്പോൾ 10, 10⁻2 100, 10⁻3 എത്ര? 1000. അതുപോലെ അതിന്റെ നെഗറ്റീവ് ഫോം ആണ് താഴെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോടെ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതിയെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ഒരു എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നോട്ട് ചെയ്തായിരുന്നോ? നോട്ട് ചെയ്യില്ലെങ്കിൽ പറയൂ, ഞാനിപ്പോ അത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തരാം. പെട്ടെന്ന് നോട്ട് ചെയ്തോളൂ. ഇതിന്റെ ഇൻവേഴ്സ് ഫോം ഇതാണ്. ഓക്കെ, ഇവിടെ ഈ അബ്രിവേഷൻസ് നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന കുറെ എക്സാമ്പിളുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ് ഓം എന്നും നമുക്കറിയാം. സോ 1 മെഗാ ഓം എന്ന് വെച്ചാൽ എത്രയാണ്? 1 മെഗാ ഓം എന്ന് പറയുന്നത്
എത്ര ഓം ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം എഴുതുന്നത്? പറയാവോ ആർക്കെങ്കിലും? 10⁻6. ഇതാണ് ഇവിടെ മെഗാ എന്ന് പറയുന്നതിന് 10⁻6 ആണ് എഴുതിയിരിക്കുന്നത്. സോ ആൻസർ നമുക്ക് അവിടെ എഴുതാം. ഒരു മെഗാ ഓം എന്ന് പറയുന്നത് 10⁻6 ഓം ആണ്. ആരാ ഉത്തരം പറഞ്ഞേ? അലീന. അലീന. അപ്പൊ ഒരു പേരൂടെ കിട്ടി, അലീന. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ മറ്റൊരാൾ പറഞ്ഞേ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഡാഷ് മീറ്റർ ആണ്. നിങ്ങൾക്ക് നല്ല പോലെ അറിയാവുന്നതാണ്, സിമ്പിൾ ആണ്. നിങ്ങൾ ആ പ്രിഫിക്സിന്റെ ടേബിൾ വെച്ച് തന്നെ പറ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഡാഷ് മീറ്റർ ആണ്. 1000. അതിനെ നമ്മൾ പ്രിഫിക്സ് വെച്ചിട്ട് എങ്ങനെ എഴുതും? 10⁻3. 10⁻3 മീറ്റർ. ഇനി അടുത്ത ഒരെണ്ണം എഴുതിക്കോ. 1 ഡെക്കാഗ്രാം ഈസ് ഇക്വൽ ടു ഡാഷ് ഗ്രാം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം എഴുതുന്നത്? ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞോളൂ. 1 ഡെക്കാഗ്രാം. 10⁻1. 10⁻1. 10⁻1 എന്താ എഴുതിയാൽ മതി? 10 എന്നങ്ങ് എഴുതിയാൽ മതി. 10 ഗ്രാം എന്നാണ് അതിനർത്ഥം. 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ഈസ് ഇക്വൽ ടു ഡാഷ് മീറ്റർ. അതറിയാത്ത ആരും ഇല്ലെന്ന് എനിക്കറിയാം. 10⁻2 meter. 10⁻2. യെസ്, 10⁻2 ആണോ 10⁻2 ആണോ? -2. 10⁻2 മീറ്റർ. 1 മില്ലി ആംബിയർ MA ഡാഷ് ആംബിയർ. 10⁻3 ആംബിയർ. 1 മൈക്രോ വോൾട്ട് ഈസ് ഇക്വൽ ടു ഡാഷ് വോൾട്ട്. 10⁻6. 5 മൈക്രോ വോൾട്ട് ഈസ് ഇക്വൽ ടു ഡാഷ് വോൾട്ട്. 5 മൈക്രോ വോൾട്ട് ഈസ് ഇക്വൽ ടു ഡാഷ് വോൾട്ട്. എന്ത് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് ആർക്കും ഉത്തരം പറയാത്തത്? 5 into 10⁻6. ക്ലിയർ ആയോ ഈ പ്രിഫിക്സ് ഉപയോഗങ്ങൾ എന്താണെന്ന്? ആർക്കെങ്കിലും ഇതിനകത്ത് പ്രിഫിക്സിനകത്ത് ഡൗട്ട് ഉണ്ടോ? പ്രിഫിക്സ് എഴുതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. പുതിയ ആൾക്കാർ വന്നതിനകത്ത് ആർക്കെങ്കിലും ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? സ്റ്റുഡൻസ് ഓക്കെ ആണോ സെക്ഷൻ? ഓക്കെ സർ. ഓക്കെ. സുഹൈലത്ത് സി. സുഹൈലത്ത്. Yes, sir. സുഹൈലത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ അതോ പുതിയ ക്ലാസ്സിലാണോ? കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു. പുതിയ ക്ലാസ്സിലായിരുന്നു. ഓക്കെ. അയിനു കോഴിക്കോട് അയിനു. ഓക്കെ. അപ്പം സുഹൈലത്തിനോടുള്ള ചോദ്യം എന്താണ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാല് പറയാൻ പറ്റുമോ? സുഹൈലത്തിനോടാണ് ചോദ്യം. പോയാള് നോട്ട് എഴുതിയില്ലേ? അല്ല എങ്കിൽ കേട്ടിരുന്നിട്ട് പറയാൻ പറ്റുമോ നോക്ക്. എന്താണ് ക്വാണ്ടിറ്റി? അപ്പൊ ഈ പഠിപ്പിച്ചതിന്റെ ഒന്നും എഴുതിയില്ലയോ സുഹൈലത്ത്? എഴുതിയിരിക്കുന്നു. എന്നാ പറ എന്താണ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാല്? എന്നാ പോട്ടെ. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 2. എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ പറയാവോ? ലെങ്ത്, മാസ്,
ടൈം. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ യൂണിറ്റ് എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ എന്താണ് യൂണിറ്റ് എന്ന് വെച്ചാൽ? സഫാക്കെ പറഞ്ഞാൽ മതി. സഫാക്കെ ഉണ്ടോ അവിടെ? ഒന്ന് പറ സഫ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ, സ്പീഡിന് പറയ്. എന്താണ് നമ്മുടെ ഈ യൂണിറ്റ് എന്ന് പറയുന്നതിന് സഫ മനസ്സിലാക്കിയ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓർത്തു വെക്കണം സഫ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടേം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അതിന്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ശരി. റിഷ്കാലം കഴിഞ്ഞ ക്ലാസ്സിലത്തെ പുതിയ ആളല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. നമ്മൾ ഈ 7 സിസ്റ്റം SI യൂണിറ്റുകൾ 7 പേരെ പറഞ്ഞില്ലയോ? 7 പേരെ പറഞ്ഞില്ലയോ? അതിന് സപ്ലിമെന്ററി 2 പേരുണ്ടല്ലോ, ആരൊക്കെയത്? ബുക്ക് മറിച്ച് നോക്കാതെ പറ. അങ്ങനെ ബുക്ക് മറിച്ച് നോക്ക്, ശബ്ദം വരെ ഇവിടെ കേൾക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. നന്ദന എന്താണ് ഈ സ്റ്റെറിഡിയൻ എന്ന് വെച്ചാൽ എന്തുവാ? സ്റ്റെറിഡിയൻ സ്റ്റെറിഡിയൻ എന്താണ്? നമ്മൾ പഠിച്ചതിന് ഇടയ്ക്ക് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് അല്ലേ? പെട്ടെന്ന് ബുക്ക് മറിച്ച് നോക്കിയപ്പോ കണ്ടില്ല സ്റ്റെറിഡിയൻ എവിടാണെന്നല്ലേ? ആണോ? ഇനി ഇടയ്ക്കുന്ന ഒരാളെ വിളിക്കുക, ആയിഷ മെഹൻസ്. കണ്ടില്ല, എന്താണത്? ക്യാൻഡില. എന്താണ് ക്യാൻഡില എന്ന് വെച്ചാൽ? പെട്ടെന്ന് നോക്കിയ ബുക്ക് മറിച്ച് നോക്കിയപ്പോ കാണാൻ പറ്റുന്നില്ലല്ലേ? ഇടയ്ക്കൊന്ന് ചോദിച്ചപ്പോ ക്യാൻഡില എന്തിന്റെ യൂണിറ്റാ? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ ശരി. ഫിദ FIDHA ഫിദ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒരു ഹെഡിങ് എഴുതിക്കോ. എന്താ മോളെ? കേട്ടില്ല. പറഞ്ഞോളൂ. നോന്നാണോ എന്താണെന്നൊന്നും മനസ്സിലാക്കില്ല. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കാൻ പറ്റും. അപ്പൊ ഹെഡിങ് എഴുതാ, സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്ന് നല്ലൊരു ഹെഡിങ് എഴുതാം. സം കോമൺ നല്ല വലിയൊരു ഹെഡിങ്, സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതായത് സബ് ഹെഡിങ് ആയിട്ട് എഴുതണം, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസ് എന്ന് ഹെഡിങ് എഴുതാം. സബ് ഹെഡിങ് ഏതാണ് വേണ്ടത്? പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസ്, ദൂരം അളക്കുന്നതിന്റെ ചെറിയ യൂണിറ്റുകൾ. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഹെഡിങ് എല്ലാവരും എഴുതിയിട്ടോ?
ശരി, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷനിൽ കാണാം. ഓക്കെ, ആരും ലീവ് ആയിട്ട് ഞാൻ ചാറ്റിൽ ഇടാട്ടോ ക്വസ്റ്റ്യൻസ്. ഓക്കെ സാറേ, ഞാനങ്ങ് ലീവ് ചെയ്തോട്ടെ സാറേ. ഓക്കെ ഓക്കെ. സ്കൂളിലെ ക്ലാസ്സിലോട്ട് കയറാൻ ടൈം ആയി കേട്ടോ. ഓക്കെ ഓക്കെ. ശരി സാർ, ഓക്കെ. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. 10:01 1 മിനിറ്റ് ആ പേരും നമ്പർ എഴുതാന്, ബാക്കി 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്. 10:01 10:07 കറക്റ്റ് ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ 1 മിനിറ്റ് തരുന്നത് എൻട്രൻസ് ഒക്കെ നമുക്ക് 1 മിനിറ്റ് ആയിരിക്കും ടൈം ഉണ്ടാകുക ക്വസ്റ്റ്യൻസ്. അപ്പൊ 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. നമ്മൾ റിസൾട്ട് വന്നാൽ ഒന്നും കൂടി പിന്നെ ഒരു ക്ലാസ് റൂം രൂപത്തിൽ നമ്മൾ ക്ലാസ്സുകൾ പിന്നീട് ഉണ്ടാവും കേട്ടോ. വീക്കിലി ടൈം ടേബിളൊക്കെ തന്നിട്ട് നമ്മൾ കുറച്ചും കൂടി കുട്ടികൾ ജോയിൻ ചെയ്യാണ്ട്, അത് നമ്മളിങ്ങനെ ഇടവിട്ട് ക്ലാസ് വെക്കുന്നത്. റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടി സെറ്റപ്പിലായിരിക്കും ക്ലാസ് ഉണ്ടാകുക. മൂന്ന് മിനിറ്റ് കൂടെ കേട്ടോ.
കഴിഞ്ഞവർക്ക് ലീവ് കേട്ടോ, ഒറ്റ മിനിറ്റും കൂടെ. ടൈം ആയിട്ടോ, വേഗം സബ്മിറ്റ് ചെയ്യണേ. ഓക്കെ.